ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട കൊച്ചുമക്കൾ, നിങ്ങളെല്ലാവരും വീട്ടിലാണെന്നറിയാം. ഈ കൊറോണ വൈറസ് മൂലം നമ്മുടെ ക്ലാസ്സുകളൊന്നും ആരംഭിച്ചിട്ടില്ല. പക്ഷെങ്കിലും ഈ ഒരു ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് അതിന് ഉത്തരം വരണം. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കും. ഇന്ന് ഈശോ നമുക്ക് തരുന്ന വചനം ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ്: മർത്തായും മറിയവും. മർത്തായും മറിയവും. ഈശോ ഗ്രാമത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ മർത്ത എന്ന സഹോദരി യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈശോ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അതിനുശേഷം കർത്താവ് കാണുന്നത് അവൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. എന്നാൽ മർത്തായ്ക്കും ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള സ്വഭാവങ്ങളായിരുന്നു. രണ്ട് അനുഭവങ്ങളിലൂടെയാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ കാണിക്കുക. മർത്ത പല കാര്യങ്ങളെക്കുറിച്ച് ടെൻസ്ഡായിരുന്നു, ഉത്കണ്ഠയായിരുന്നു അവരുടെ മനസ്സിൽ മുഴുവനും. എന്നാൽ മറിയത്തിൻ്റെ പ്രത്യേകത, ഈശോ കടന്നു വന്നപ്പോൾ ആ നിമിഷം മുതൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമീപത്ത് അവൾ ശുശ്രൂഷ ചെയ്യുന്ന മറിയത്തെയാണ് നമ്മൾ കാണുക. നമുക്ക് എത്രയോ സുന്ദരമായ കാഴ്ചയാണ്. സ്നേഹമുള്ളവരെ, സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നൊരു കാര്യം ഇപ്രകാരമല്ലേ? ഒരുപക്ഷെ ഒരു മനുഷ്യൻ, നിങ്ങളെല്ലാവരും പണത്തെയും പൊസിഷനെയൊക്കെ പവറിനെയൊക്കെ നമ്മൾ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിന് സ്ഥാനമില്ല. ആ ശുശ്രൂഷ നമ്മൾ എന്നേക്കുമായിട്ട് അകന്നു പോകുന്ന ചില കാഴ്ചകൾ. ഈശോ പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും മാതൃപ്പെടണ്ട, വ്യാകുലതകൾ വേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം തന്നിരിക്കുന്ന ആ ജീവിതത്തിൽ ആ ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആ കർത്താവിന് വേണ്ടി യഥോചിതം ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം പൂർണ്ണതയിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകും എന്നതാണ്. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കാം. പണത്തെയോ മറ്റ് പൊസിഷനെയോ നമ്മൾ സ്വാധീനിക്കാതെ, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൻ്റെ മുമ്പിൽ സന്തോഷത്തോടുകൂടി നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അവിടെയാണ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കർത്താവ് നമ്മളോട് ഇന്നും ഈ വചനത്തിലൂടെ അരുൾ ചെയ്യുന്നത് അതുതന്നെയാണ്. സന്തോഷത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുക. നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകളും ഉത്കണ്ഠതകൾ കൂടാതെ യഥോചിതമായിട്ട് വളരെ എളിമയോടുകൂടി സ്നേഹം അനുഭവിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈശോ തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ട് ആ വചനത്തെ നമുക്ക് ഹൃദയസ്ഥമാക്കണം. ആ വചനമാണ് നമ്മുടെ ഭക്ഷണം. അതിൽ തൃപ്തിയടന്ന് ജീവിക്കുവാനായിട്ട് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ